ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 18 ജാനുവരി 2026, ഈ മാസത്തെ 18-ാമത്തെ ദിവസം, ഈ വർഷത്തെ 18-ാമത്തെ ദിവസം, ഞായറാഴ്ച. ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ധനഹായിക്ക് ശേഷം 2-ാം ഞായറാഴ്ചയാണ്. ആരാധന വർഷത്തിലെ 12-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗലിയോൻ മേശയിൽ വായിക്കുവാൻ പോകുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വേദഭാഗം ആണ്. ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിക്കുന്ന യേശു ഫിലിപ്പോസിനെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നു. ഫിലിപ്പോസ് നഥാനിയേലിനെ കാണുന്നു. നഥാനിയേൽ സ്വാഭാവികമായ ഒരു സംശയം ഉന്നയിച്ചപ്പോൾ യേശു സ്വർഗരാജ്യത്തിൻ്റെ ഗോവണിയായ തന്നെ അവർക്ക് പരിചയപ്പെടുത്തുന്നു. ഇതാണ് ഈ ആഴ്ചയിലെ സുവിശേഷ ഭാഗം. ദൈവവിളിയുടെ പ്രത്യേകത ദൈവമാണ് മുൻകൈ എടുക്കുന്നത് എന്നത് തന്നെയാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നത്രേ എന്നാണ് കർത്താവ് ഇതേ കുറിച്ച് പറയുന്നത്. ഈ വിളിയോട് അനുകൂലമായി പ്രതികരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുവാൻ ഉള്ള ക്ഷണമാണ്. ദൈവവിളിക്ക് ചെവി കൊടുക്കുവാനും അതുവഴി ദൈവപദ്ധതിയിൽ പങ്കുചേരുവാനുമുള്ള ക്ഷണമാണ് ഈ ഞായറാഴ്ച നമ്മോട് വിളിച്ചു പറയുന്നത്. എന്നാൽ ഈ വിളി സ്വീകരിക്കുന്നവരുടെ ജീവിതം കുരിശിൻ്റെ വഴിയിലൂടെയാണ് നടന്ന് നീങ്ങേണ്ടത്. ഓരോ സാഹചര്യത്തിലും ദൈവത്തിന് തനിക്ക് വേണ്ടി സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും വ്യത്യസ്തരായ ആളുകളെ ആവശ്യമുണ്ട്. ഈ വിളിയോട് ആത്മാർത്ഥമായി പ്രതികരിക്കുമ്പോൾ നാം വിളിക്കപ്പെട്ടവർ ആകും. യെരുശലേമിലെ കൂറിലോസ് പറയുന്നത് പോലെ നിങ്ങളുടെ തീരുമാനത്തിൻ്റെ ആത്മാർത്ഥതയാണ് നിങ്ങളെ വിളിക്കപ്പെട്ടവർ ആക്കുന്നത്. നിങ്ങളുടെ വിളിയോട് ആത്മാർത്ഥത പ്രകടമാക്കുന്നത് നിങ്ങളുടെ കഷ്ടതയിൽ ഉള്ള സഹിഷ്ണുതയിലാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കഷ്ടതകളിൽ ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുകയും അപ്രകാരം ദൈവവിളിക്ക് പുതിയ മാനം നൽകുകയും ചെയ്തു. വിവിധങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ദൈവവിളി നമ്മിലേക്ക് കടന്നു വരുന്നു എന്ന് നാം ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതുണ്ട്. ഈ വിളിയോട് പ്രതികരിക്കുവാനും അതുവഴി നവീകരിക്കപ്പെടുവാനുമുള്ള ഒരുക്കം അനിവാര്യമാണ്. അത് ദൈവവുമായുള്ള സംസർഗത്തിലേക്ക് നമ്മെ നയിക്കും. ദൈവവുമായുള്ള സംസർഗം സ്വാധീനമാക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥന വെറും യാചനയല്ല. പ്രാർത്ഥനയിലൂടെ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നു. അതിനെ ശാന്തതയും വിനീത ഹൃദയവും നിർബന്ധമാണ്. അങ്ങനെ ജീവിതം പുതിയ മാനത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. വിശ്വാസത്തിലുള്ള വളർച്ചയും വിശ്വാസത്തിന് അനുസൃതമായ ജീവിത ശൈലിയുമാണ് മനുഷ്യരെ സുവിശേഷ വാഹികൾ ആക്കി തീർക്കുന്നത്. നിത്യമായ സ്നേഹാനുഭവത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുവാനും അതിൻ്റെ അടയാളങ്ങളായി നിലനിൽക്കുവാനും അവർ പ്രാപ്തി നേടുന്നു. ഈ ശിഷ്യന്മാർ അപ്രയം പിതാവ് പറയുന്നത് പോലെ എന്നും നിലനിൽക്കുന്നവൻ്റെ അടുക്കൽ പോയി ശാശ്വതമായത് വാങ്ങി. പാപിനിയായ സ്ത്രീയുടെ ആത്മകഥമാണ് പ്രസ്തുത വരികൾ. ഫിലിപ്പോസ് പറഞ്ഞ കാര്യങ്ങൾ നഥാനിയേലിൽ ആശ്ചര്യമുളവാക്കി. കാരണം പ്രജാതികളുമായി കൂട്ടിക്കലർന്ന യഹൂദർ പാർത്തിരുന്ന സ്ഥലമായിരുന്നു നസറേത്ത്. യഥാർത്ഥ യഹൂദന്റെ ചിന്തയിൽ നസറേത്തിന്റെ കാര്യമായ പ്രാധാന്യമില്ലായിരുന്നു. അപ്രകാരമുള്ള സാധാരണ യഹൂദനായ നഥാനിയേൽ വലിയ അലങ്കാരമോ വിശേഷണമോ കൂടാതെ തന്റെ ചിന്ത തുറന്നു പറയുന്നു. നസറേത്തിൽ നിന്ന് നന്മ വരുമോ? നഥാനിയേലിൽ കപടതയായി ഒന്നും തന്നെ ഇല്ലായിരുന്നു. സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് പറയുന്നത് പോലെ നഥാനിയേലിന്റെ ചോദ്യം തന്റെ നിഷ്കളങ്കതയിൽ നിന്ന് വന്ന ചോദ്യമാണ്. ആ നിഷ്കളങ്കതയെ കർത്താവ് ആദരിക്കുന്നു. പാപം മൂലം നഷ്ടമായ ദൈവ സംസർഗം മനുഷ്യാവതാരം മൂലം വീണ്ടും സാധ്യമാകുന്നതിൻ്റെ സൂചനയാണ്. സ്വർഗത്തിലേക്ക് കരയേറുന്ന ഗോവണിയുടെ തൻ്റെ ശിഷ്യന്മാർക്ക് കാട്ടിക്കൊടുക്കുന്നത്. യാക്കോബ് കണ്ട ഗോവണി മനുഷ്യ ശരീരം ധരിച്ചു എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന ഏവരുടെയും പ്രതിനിധിയായി
നദാനിയേൽ കർത്താവിനെ സ്വീകരിക്കുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഈ വേദഭാഗത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് 4 കാര്യങ്ങൾ ആണ്. ഒന്നാമത്തേത് ഡിസൈപ്പിൾഷിപ്പ് വിത്ത് എന്തൂസിയാസം, ഉത്സാഹത്തോട് കൂടിയ ശിക്ഷണം. അവൻ വിളിച്ച ഉടനെ അവനോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടി ചേർന്നവനാണ് ഫിലിപ്പോസ്. രണ്ടാമത്തേത് ഡിസൈപ്പിൾഷിപ്പ് വിത്ത് സിൻസിയറിറ്റി, ആത്മാർത്ഥതയുള്ള ശിഷ്യത്വം. ഇവിടെ നാം കാണുന്നത് നദാനിയേലിന്റെ ആത്മാർത്ഥതയാണ്. അവനെ കണ്ടിട്ട് യേശു പറയുന്നു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന്. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനായ കർത്താവ് അവനെ ശിഷ്യനാക്കുന്നു. തന്റെ രക്ഷിതാവിനെ തിരിച്ചറിഞ്ഞ ബർത്തലോമായി എന്ന നദാനിയേൽ അവനോടൊപ്പം ചേരുന്നു, യേശുവിനെ സ്തുതിക്കുന്നു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഡിസൈപ്പിൾഷിപ്പ് വിത്ത് വിഷൻ, ദർശനങ്ങൾ കാണുന്ന ശിഷ്യത്വം. ദൈവം കാണിച്ചു തരുന്നതായ ദൃശ്യങ്ങളെ മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. നാം നമ്മുടെ ഗുരുവിനെ തിരിച്ചറിയുന്നുവോ? നമ്മെ ഉപകരിക്കുന്നവരെ ചേർത്ത് നിർത്തുന്നുവോ? നമുക്ക് ലഭിച്ചതായ നൽവരങ്ങളെക്കുറിച്ച് നാം ഓർക്കുന്നുണ്ടോ? മനുഷ്യത്വം മറക്കാതെ പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ ദൈവഭക്തൻ. ആയതിനാൽ ഉത്സാഹത്തോടുകൂടി ശിഷ്യത്വം സ്വീകരിക്കുന്നവർ ആണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ശിഷ്യത്വത്തിന് എന്താണ് വില ഉള്ളത് എന്ന് നാം നമ്മുടെ വിശ്വാസത്തിലൂടെ അളക്കേണ്ടതുണ്ട്. അടുത്തത് ആത്മാർത്ഥതയുള്ള ശിഷ്യത്വം ആണോ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നത് എന്ന് ശോധന ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തത് ദർശനങ്ങൾ കാണുന്ന ഒരു ശിഷ്യത്വം നമുക്ക് ഉണ്ടോ എന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. നാലാമത്തത് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചില കർത്തവ്യങ്ങൾ നാം ശരിയായി നിർവഹിക്കുന്നുവോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഞ്ചാമത്തത് ആവർത്തന പുസ്തകം 6:5 പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് യഹോവ മോശയോട് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടോ? വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസായുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ആകുന്നു എന്ന് യേശു പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടോ? നാം നമ്മെ തന്നെ മനസ്സിലാക്കി നമ്മുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് നല്ലവരായി മറ്റുള്ളവർക്ക് ഉപകാരിയായി ബാക്കിയുള്ള ജീവിതം നന്നായി ജീവിക്കുന്നതിനും സ്വർഗരാജ്യത്തിൽ ഒരു അവകാശം സ്ഥാപിക്കുന്നതിനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.